നമസ്കാരം. ക്രിസ്ത്യാനികളെ കൊണ്ട് യേശുവിൻ്റെ ക്രൂശിന് സംഭവിച്ച ഗതികേടാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ശിഷ്യത്വത്തിൻ്റെ ഉള്ളടക്കത്തെ അല്ലെങ്കിൽ അച്ചടക്കത്തെ പറ്റി യേശു പരാമർശിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ ക്രൂശ് എന്നത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ശിഷ്യത്വത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ ആ പ്രതീകത്തിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. പ്രതീകത്തിൽ നിന്ന് അർത്ഥം മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ അർത്ഥം ഒഴിവാക്കിയാൽ അതൊന്നിൽ ആയുധമാകും അല്ലെങ്കിൽ ആഭരണമാകും. ഞാൻ വളരെ നിർത്തി പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഓടിച്ച് പറഞ്ഞു പോയാൽ ഒന്നും മനസ്സിൽ തങ്ങുകയില്ല. കേൾക്കുമ്പോൾ കാതിന് ഇമ്പമാണെങ്കിലും ശബ്ദമായി ഒഴുകിപ്പോകും, ആശയമായി നമ്മുടെ ഉള്ളിൽ ഇടം പിടിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഈ ശ്രദ്ധേയമായ ചിന്തയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളു. ഞാൻ പറഞ്ഞത്, ക്രൂശ് എന്നത് ശിഷ്യത്വത്തിൻ്റെ പ്രതീകമാണ്, സിമ്പിളാണ്. ഒരു പ്രതീകത്തിൽ നിന്ന് അല്ലെങ്കിൽ സിമ്പിളിൽ നിന്ന് അതിൻ്റെ അർത്ഥം മാറ്റിക്കഴിഞ്ഞാൽ, അർത്ഥം ചോർത്തിക്കളഞ്ഞാൽ, ഒഴിവാക്കിക്കളഞ്ഞാൽ അത് ഒന്നിൽ ആയുധമാകും അല്ലെങ്കിൽ ആഭരണമാകും. ഇത് മനസ്സിലാക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് പരിശോധിക്കാം. നമുക്കറിയാം, റോമൻ സാമ്രാജ്യം ക്രിസ്തുമതത്തെ സ്വീകരിക്കാനായി ഇടയാക്കിയ സംഭവം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി യുദ്ധം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം യുദ്ധത്തിൽ ജയം അത്ര സുനിശ്ചിതമല്ലായിരുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്താകുലനായ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ ഈ ക്രൂശിൻ്റെ ദർശനം അത് പ്രതീകമായി ഉപയോഗിച്ച് യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കാം. അങ്ങനെ അദ്ദേഹം ആ സ്വപ്നത്തിൽ കണ്ടത് സ്വീകരിക്കുകയും ക്രൂശിനെ അടയാളമാക്കി യുദ്ധം ചെയ്യുകയും യുദ്ധം ജയിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ പറ്റിയൊരു മുറയാണിത്. ഇപ്പം കളരിപ്പയറ്റിൽ പൂഴിക്കടകനടി എന്ന് പറഞ്ഞാൽ ഒരു കുണ്ടിൽ 300 അടി, ജീവൻ വേണേ ഓടിക്കോ എന്നൊക്കെ പറയുന്നത് പോലെ തച്ചോളിയോധൻ്റെ കഥകളൊക്കെ പണ്ട് ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ പഠിച്ച എൻ്റെ ചെറിയ ഓർമ്മയാണ്. ഈ പൂഴിക്കടകനടി, ഒരു കുണ്ടിൽ 300 അടി, ജീവൻ വേണേ ഓടിക്കോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു യുദ്ധമുറയായിട്ടാണ് റോമൻ സാമ്രാജ്യത്തിൽ യേശു മരിച്ച ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് രൂപാന്തരപ്പെട്ടു വരുന്നത്. ആലോചിച്ച് നോക്കണം, എത്ര പെട്ടെന്നാണ് യേശുവിൻ്റെ ക്രൂശ് ചരിത്രപരമായി വികൃതമായി പോകുന്നത്. സ്വയത്യാഗത്തിൻ്റെ പര്യായമായിരുന്ന യേശുവിൻ്റെ ക്രൂശ്, സ്വയം ത്യജിക്കണം, അത് പെട്ടെന്ന് അക്രമത്തിൻ്റെയും യുദ്ധ വിജയത്തിൻ്റെയും ഒരു ഇൻഷുറൻസായി മാറ്റിയെടുക്കുകയാണ്. അധപ്പതനം. പിന്നെ നമുക്കറിയാം, പോപ്പ് അർബൻ II ആഹ്വാനത്തോടുകൂടെ കുരിശ് യുദ്ധം ആരംഭിച്ചു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അപ്പോൾ യുദ്ധത്തിൻ്റെ അടയാളം വീണ്ടും കുരിശ് യുദ്ധം. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയേണ്ട സന്ദർഭമല്ല ഇത് എന്നതുകൊണ്ട് ഞാൻ ഒന്ന് പരാമർശിച്ച് മാത്രം മുൻപോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ
കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അർത്ഥമറിയാത്തവൻ പുലമ്പുന്ന കേരളത്തിൻ്റെ മണ്ണിൽ 2 സംഭവങ്ങൾ മാത്രം സൂചിപ്പിക്കാം. 1983 മാർച്ച് മാസം 25-ാം തീയതി വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള നിലയ്ക്കൽ എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ശബരിമലയ്ക്ക് പോകുന്ന നിലയ്ക്കൽ കൂടെയാണ് പോകുന്നത് നമുക്കറിയാം. അവിടെ മാർച്ച് മാസം 25-ാം തീയതി പെട്ടെന്ന് ഒരു കൽക്കുരിശ് പ്രത്യക്ഷമായി. അപ്പോൾ സെൻറ്റ് തോമസ് അവിടെ വന്നുവെന്നും പള്ളി സ്ഥാപിച്ചുവെന്നും അല്ലെങ്കിൽ ആ പ്രദേശം സെൻറ്റ് തോമസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ. അപ്പോൾ ഒരു സമർത്ഥനായ പുരോഹിതൻ മാത്യു അന്തിയാങ്കുളം, അദ്ദേഹം അവിടുത്തെ പമ്പ വാലി ചർച്ചിൻ്റെ വികാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കുരിശ് കണ്ടുപിടിച്ച ഉടനെ ആളുകൾ വരികയും അവിടെ ഓല മേഞ്ഞൊരു സ്ഥലം വെച്ച് ആരാധന തുടങ്ങുകയും ചെയ്തു. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ വലിയ സംഘർഷത്തിന് വഴിയൊരുക്കി. ഭാഗ്യവശാൽ അന്ന് ആ സ്ഥലത്തിന് ചുമതലയുണ്ടായിരുന്ന പോലീസ് ഓഫീസർ നല്ല തൻ്റെയിടമുള്ള വകതിരിവുള്ള ജേക്കബ് പുന്നൂസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം അത് സമർത്ഥമായി കൈകാര്യം ചെയ്തുകൊണ്ട് രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ അത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇതിൽ കാർമ്മികത്വം വഹിച്ച ആളുകൾ അവർക്ക് നന്നേ നുണ പറയാൻ അറിയാവുന്നത് കൊണ്ട്, ഉളുപ്പില്ലാത്തത് കൊണ്ട് സ്ഥലം കയറാനുള്ള ആയിരുന്നു. അതിനാണ് കുരിശ് ഉപയോഗിച്ചത്. അപ്പം അനധികൃതമായി ഭൂമി കയ്യേറാനായിട്ട് ഏറ്റവും നല്ല സഹായി കുരിശാണ്. അപ്പോൾ കുരിശിൻ്റെ അടുത്ത ചരിത്ര പരിണാമമാണ് ദ എവല്യൂഷൻ ഓഫ് ദ ക്രോസ്. സ്വയം ത്യാഗത്തിൻ്റെ പര്യായമായി ആരംഭിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, പിന്നെ കുരിശ് യുദ്ധം. കേരളത്തിൽ വന്നപ്പോൾ അത് കേരളത്തിൻ്റേതായ സ്വഭാവം, മറ്റുള്ളവൻ്റെ സ്വന്തമല്ലാത്ത ഭൂമി കൈയടക്കാനായിട്ടുള്ള ഏറ്റവും നല്ല തന്ത്രം എന്നാണ് അവിടെ കുരിശൊന്ന് കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏതായാലും ആ പ്രശ്നം അങ്ങ് ഒതുക്കി. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. 2017 ആയപ്പോൾ ഏപ്രിൽ മാസം കേരളത്തിൽ വളരെ സമൃദ്ധമായ ജനങ്ങളെ കളിപ്പിക്കുന്ന ഒരു സംഘം ആളുണ്ട്. അവരുടെ ആ കൂട്ടത്തിൻ്റെ പേര് സ്പിരിറ്റ് ഇൻ ജീസസ് എന്നാണ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ജീസസ് അല്ല, സ്പിരിറ്റ് ഇൻ ജീസസ്. നമ്മളിപ്പോൾ ഒരു കുപ്പിക്കകത്ത് മദ്യം ഒഴിച്ചാൽ സ്പിരിറ്റ് ഇൻ ദാറ്റ് ബോട്ടിൽ എന്ന് പറയും. സ്പിരിറ്റ് ഓഫ് എന്ന ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇത് പ്രിപ്പൊസിഷൻസാണ്. ഈ പ്രിപ്പൊസിഷൻ, ഗ്രാമറിൽ പ്രിപ്പൊസിഷൻ്റെ പ്രയോഗം ബന്ധം സൂചിപ്പിക്കുക. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്പിരിറ്റ്, ആത്മാവ്. അത് ഇവർക്ക് പറ്റില്ല. സ്പിരിറ്റ് ഇൻ ജീസസ്, അതുകൊണ്ട് മദ്യം ഒഴിച്ച് വെക്കുന്നത് പോലെ പ്രവർത്തനം ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ടാണ് പേരിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അവർ പുറമ്പോക്ക് ഭൂമിയിൽ, അത് മൂന്നാറിലാണ് നടക്കുന്നത്. ഇത് നിലയ്ക്കൽ, ആദ്യത്തേത് നിലയ്ക്കൽ, ഇത് മൂന്നാർ. അവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ, അതായത് സർക്കാർ വക ഭൂമി, അവിടെ ഒരു 30 അടി പൊക്കമുള്ള മെറ്റൽ, നിലയ്ക്കൽ കല്ല് കുരിശാണെങ്കിൽ സ്പിരിറ്റിൻ ജീസസുകാർ അവരുടെ വലിപ്പം, മഹാത്മ്യം കാണിക്കാൻ അവർ 30 അടി പൊക്കമുള്ള ഒരു മെറ്റൽ ക്രോസ് അങ്ങ് സ്ഥാപിച്ചു. ഏതായാലും അത് സർക്കാർ ഇടപെട്ട് അത് അവിടുന്ന് മാറ്റി. ഞാൻ പറഞ്ഞു വന്നത് അവിടെയും ഈ ഭൂമി കൈയടക്കാനുള്ള ഒരായുധമായിട്ടാണ് ക്രൂശിനെ ഉപയോഗിച്ചത്. ഇനി ആഭരണത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, പല ക്രിസ്ത്യാനികളും മാലയിടുമ്പോൾ സ്വർണ്ണമാലയാണെങ്കിൽ അതിൻ്റെ അവസാനം ഒരു ക്രൂശായിരിക്കണം എന്ന് ഒരു താല്പര്യമുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു സ്വർണ്ണമാല, പണ്ട് ഇപ്പോഴങ്ങനെയില്ല, അത്രയില്ല, ആഠ്യത്തരമുള്ള കുബേരത്വമുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ
പുരുഷന്മാർ ഒരു സ്വർണ്ണമാലയും അതിൻ്റെ താഴെ ഒരു ക്രൂശും ഇങ്ങനെ ഇടുക. അതുപോലെ സ്ത്രീകളുടെ മംഗല്യസൂത്രത്തിൻ്റെ അവിടെ ഒരു കുരിശൊന്ന് പിടിപ്പിക്കുക, ചെറിയൊരു കുരിശൊന്ന് പിടിപ്പിക്കുക. അപ്പോൾ ക്രിസ്ത്യാനിയായി. പിന്നെ പള്ളിയുടെ മേളിൽ അത് പള്ളിയാണെന്ന് കാണിക്കാനുള്ള ഐഡൻറ്റിറ്റി സിമ്പിളായിട്ട് അവിടെ കൊണ്ട് കുരിശ് സ്ഥാപിക്കുന്നു. കുരിശ് അവിടെ ഇരിക്കുന്നത് കൊണ്ടോ ഇരിക്കാതിരിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളേതെങ്കിലും ഒരു പള്ളിയുടെ മേളിലിരിക്കുന്ന കുരിശൊന്ന് മാറ്റിയിട്ട് ഒരു 4-5 ഞായറാഴ്ച 4 ആരാധിച്ച് നോക്കണം. ആരാധനയ്ക്ക് എന്തെങ്കിലും നിറവ്, ആത്മീയ നിറവ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത് മെത്രാന്മാരും കുരിശുമായിട്ടുള്ള ബന്ധമാണ്. യാതൊരു ആധാരവുമില്ലാതെ മെത്രാന്മാർ സൃഷ്ടിച്ചൊരു വ്യവസ്ഥിതിയാണ് അച്ഛന്മാർക്ക്, പുരോഹിതന്മാർക്ക് കുരിശ് ധരിക്കാം, പക്ഷേ അത് ഉള്ളിൽ മാത്രം. അത് വസ്ത്രത്തിന് വെളിയിൽ കാണാൻ പാടില്ല. അച്ഛന്മാർക്ക് വലിയ നിർബന്ധമാണെങ്കിൽ ഒരു കുരിശ് ഉള്ളിലിട്ടോ വെളി കാണിക്കരുത്. കാരണം അത് മെത്രാന് മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു പദവിയാണ്. ഒരച്ഛൻ കുരിശ് വെളിയിലിട്ടുകൊണ്ട് നടന്നാൽ അവൻ അഹങ്കാരിയാണ്, അവനെ സൂക്ഷിക്കണം. എന്നാൽ ഒരു മെത്രാനെ അവൻ്റെ നെഞ്ചിൽ കുരിശില്ലാതെ കണ്ടാൽ സാധാരണ ആളുകൾ പോലും അയ്യോ തിരുമേനി വസ്ത്രം ധരിക്കാതെ നഗ്നനായിട്ടാണല്ലോ വന്നത് എന്നൊരു തോന്നലുണ്ടാകും. കുരിശുരഹിത നഗ്നത എന്ന് വേണമെങ്കിൽ നമുക്കതിന് പേര് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിരുമേനി എന്ന സങ്കല്പത്തെ പൂർണ്ണമാക്കാനായിട്ട് അനിവാര്യം ആവശ്യമായിട്ടുള്ള ഒരാഭരണമാണ് കുരിശ്. എന്നാൽ അതിനേക്കാൾ കൗതുകമുള്ള ഒരു പ്രയോഗമാണ് ഇതും തിരുമേനിമാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളതാണ്. എല്ലാ സഭകളിലുമില്ല, ചില സഭകളിൽ തിരുമേനിമാർ നടക്കുമ്പോൾ ഇടത്തെ കയ്യിലൊരു കുരിശും അതിലൊരു തുവാല ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നിന്ന് പ്രസംഗിക്കുമ്പോഴും ഇത് പിടിച്ചുകൊണ്ടാണ്. എന്തിനാണാവോ ഇത്, അവർ എന്തിട്ടാണാവോ ഇത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതുകൊണ്ട് എന്തർത്ഥമാണ് അവിടെ അദ്ദേഹത്തെ കാണുന്ന ആളുകൾക്ക് ലഭിക്കേണ്ടത്? ഏത് മെസ്സേജാണ്, ഏത് ദൂതാണ്? എവിടെ പോയാലും ഇതിങ്ങനെ പ്രായമായ ആളുകൾ, ഈ 70, 80, 90 വയസ്സുള്ളവർ ഊന്നുപടി പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെയാണ് മെത്രാന്മാർ ഈ കുരിശും ആട്ടിക്കൊണ്ട് നടക്കുക. ഇത് കാണുമ്പോൾ ഈ വവ്വാൽ കുരിശ് അങ്ങനെ കാണുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നൊരു വവ്വാലാണ്. വവ്വാൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ മെത്രാൻ്റെ കയ്യിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. ഇത് യേശുവിൻ്റെ കുരിശുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അബദ്ധത്തിൽ പോലും ചിന്തിക്കുന്ന മെത്രാന്മാർ നമുക്കില്ല. എന്നാൽ ആ ക്രിസ്തീയ സഭാ വിശ്വാസത്തിൽപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾക്ക് അവിടെ മെത്രാന്മാർ ഈ ക്രിസ്തീയ വവ്വാലിനെ ആട്ടിക്കൊണ്ട് നടന്നില്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ശ്വാസമുട്ടാണ്. അവരത് പ്രതീക്ഷിക്കുന്ന. അപ്പോൾ ആ ഒരു ആഭരണമില്ലെങ്കിൽ ഈ മെത്രാൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയാകില്ല. അപ്പോൾ ഇതാണ് ആഭരണപരമായി ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടെല്ലാം സൂചിപ്പിക്കേണ്ട ആവശ്യമല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ മാത്രം ഹ്രസ്വമായി സൂചിപ്പിക്കുന്നു. എന്നാൽ ഇങ്ങനെ പിടിച്ചു നടക്കുന്ന മെത്രാനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം, ഇവർക്കെന്താണ് ഈ കുരിശിനോട് മാത്രം ഇത്ര താല്പര്യം? മുൾക്കിരീടം കൂടെ വെച്ചുകൊണ്ട് നടന്നുകൂടെ? അതാകുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രസീവാണ്. നല്ല മുൾക്കിരീടം അടിച്ച് താഴ്ത്തി ഇവിടെ കൂടെ ചോരയൊക്കെ ഇങ്ങനെ വലിച്ചൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഫാൻറ്റാസ്റ്റിക്, സൂപ്പർ സൂപ്പർ സൂപ്പർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ. അതെന്താണ് മെത്രാന്മാർ ചെയ്യാത്തത്? അത് ചെയ്യുന്ന മെത്രാനെ ഞാനും നമിക്കാൻ തയ്യാറാണ്. പക്ഷെ അതാരും ചെയ്യില്ല. ഇനിയും
യേശു പറഞ്ഞത് എന്താണ്? എൻ്റെ ക്രൂശ് എടുത്ത് ധരിച്ച് എന്നല്ല പറഞ്ഞത്. എൻ്റെ ക്രൂശ് എടുത്ത്, ടേക്ക് അപ്പ് മൈ ക്രോസ്. ദർ ഇസ് എ വേൾഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടേക്കിംഗ് അപ്പ് ദ ക്രോസ് ഓഫ് ജീസസ് ആൻഡ് വെയറിങ് യുവർ ക്രോസ് ആസ് ആൻ ഓർണമെൻറ്റ്. യേശുവിൻ്റെ ക്രൂശിനെ നിൻ്റെ ക്രൂശായി നീ തരം താഴ്ത്തി. ഈ യൂണിവേഴ്സിറ്റി കോണ്ടെക്സ്റ്റിലൊക്കെ അല്ലെങ്കിൽ ലിറ്റററി ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റിൽ പ്ലേജിയറിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്ലേജിയറിസം, അതായത് ഇപ്പോൾ എനിക്കൊരു പബ്ലിക്കേഷൻ വേണം, പ്രൊമോഷൻ കിട്ടണമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ എഴുതാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? നല്ല 3-4 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയിണക്കി അവിയൽ പോലെ അങ്ങ് പബ്ലിഷ് ചെയ്യും. അതിനാണ് പ്ലേജിയറിസം എന്ന് പറയുന്നത്. അന്യൻ്റെ മുതൽ മോഷ്ടിച്ച് സ്വന്തമല്ലാത്ത കാര്യങ്ങൾ കോർത്തിണക്കി തൻ്റേതെന്ന വ്യാജേന അതിൻ്റെ അവകാശം സ്ഥാപിക്കുകയും ഗുണഫലം പ്രാപിപ്പാൻ വ്യാജമായി ശ്രമിക്കുകയും ചെയ്യുന്ന ഈ തന്ത്രത്തിൻ്റെ പേരാണ് പ്ലേജിയറിസം. അപ്പോൾ നമ്മുടെ മെത്രാന്മാർ നടത്തുന്നത് റിലിജിയസ് പ്ലേജിയറിസമാണ്. യേശുവിൻ്റെ ക്രൂശിനെ അതാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയാണെന്ന് പറഞ്ഞ്, ആശയവുമായി അനുഭവമായി പുലബന്ധം പോലുമില്ലാതെ അതിനെ ആഭരണമായി അധപ്പതിപ്പിച്ച് അവിടെ അവകാശങ്ങളെ സ്ഥാപിക്കുന്നതിനും അവരുടെ സ്റ്റേറ്റസ് സിമ്പിളായി ഇതിനെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യാൻ ലജ്ജയില്ലേ? അങ്ങനെ ചെയ്യുന്നത് യേശുവിനോട് കാണിക്കുന്ന അപമാനമാണെന്ന് തിരിച്ചറിയുവാൻ സാധാരണ വിശ്വാസിക്ക് മൂളയില്ലേ എന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്രൂശിനെ പറ്റിയുള്ള യേശുവിൻ്റെ ദർശനവും ക്രൂശിനെ എപ്രകാരമൊക്കെ മുതലാക്കാമെന്ന മതമേഖലയിൽ ആളുകൾ ധരിക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് തമ്മിൽ വ്യത്യാസം നാം അല്പം ഒന്ന് മനസ്സിലാക്കണം. യേശുവിൻ്റെ ക്രൂശിനെ പരിപൂർണമായി അപമാനിക്കുവാനും ഉപേക്ഷിക്കുവാനുമുള്ള ഏറ്റവും നല്ല മാർഗം അതിനെ ആഭരണമായി അധപ്പതിപ്പിക്കുക എന്നത് തന്നെയാണ്. നമുക്ക് യേശുവിൻ്റെ ക്രൂശുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് പ്രതിനിധീകരിക്കുന്ന ആശയം എന്താണ്? ആദ്യമായി വ്യക്തിപരമായ താല്പര്യങ്ങളെ, ഒരു വ്യക്തിയുടെ ഇംഗിതത്തെ, ദ വിൽ ഓഫ് എൻ ഇൻഡിവിജ്വൽ, ദ ഇൻട്രസ്റ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, സ്വയത്തെ നിരുപാധികമായി ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന അച്ചടക്കത്തിൻ്റെ പ്രതീകമാണ് കുരിശ്. അത് വളരെ വ്യക്തമായി ഗത്സമനത്തോട്ടത്തിലെ യേശുവിൻ്റെ അനുഭവത്തിലുണ്ട്. എങ്കിലും പിതാവേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമത്രേ നടക്കേണ്ടത്. അല്ല, എൻ്റെ ഹിതം നടക്കണം എന്ന് യേശു ധരിച്ചിരുന്നുവെങ്കിൽ കുരിശുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ക്രൂശിനെപ്പറ്റി നമ്മുടെ ആദ്യത്തെ തിരിച്ചറിവ് സ്വയത്തെ നിരുപാധികമായി ദൈവഹിത നിർവഹണത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ആ അനുഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് നമ്മളുമായി, ഇത് കൊണ്ടു നടക്കുന്ന ആളുകളുമായി വല്ല ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്, ക്രൂശ് മുൻപോട്ട് പോകുവാനുള്ള ഉദാത്തമായ സാഹസികമായ ആഹ്വാനമാണ് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ യേശു നിലവിലിരുന്ന യഹൂദ മതവീക്ഷണത്തെയും ആചാരങ്ങളെയും അധികാരവർഗത്തെയും അതുപോലെ സ്വീകരിക്കുകയും തന്നെ അതിനോട് അനുയോജ്യമായ അനുരൂപമായി തീർക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ കുരിശുണ്ടാകുമായിരുന്നില്ല. യേശു വളരെ മാനിക്കപ്പെട്ട ഒരു യഹൂദ മത നേതാവായി നീനാൾ സുഖിച്ചു വാഴുമായിരുന്നു. എന്നാൽ യേശു എന്താണ് ചെയ്തത്? ആ സ്ഥിതി
നൂറ്റാണ്ടുകളായി അങ്ങനെ തന്നെ നിർജീവമായി കിടന്ന ആ സ്ഥിതിയിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള ദൈവികമായ സാധ്യതകളുടെ പൂർണ്ണത പ്രാപിക്കേണ്ടതിന് സ്റ്റേറ്റസ് കോ, ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാകയാൽ അപ്രകാരം മുൻപോട്ട് പോകുവാനുള്ള പ്രേരണയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. ആ മുൻപോട്ടുള്ള പ്രയാണത്തിൻ്റെ പ്രതീകമായിട്ടാണ് ദൈവരാജ്യം എന്ന ആശയം യേശു അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ, അതിനേക്കാൾ മേൽത്തരമായ ഒരവസ്ഥയിലേക്ക് പോകുവാനുള്ള, ജനമാകമാനം മുൻപോട്ട് പ്രയാണം ചെയ്യുവാനുള്ള ഒരു ദൈവിക ആഹ്വാനമായിട്ടാണ് യേശു ചരിത്രത്തിൽ കാലെടുത്ത് വെച്ചത്. എപ്രകാരം മോശയുടെ കാലത്ത് മിസ്രയീമിൽ അടിമകളായി വരണ്ടു കിടന്ന ഒരു ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോയി വാഗ്ദത്ത നാടിന് അവകാശികളാക്കുവാനായി മോശ ഇടപെട്ടുവോ, മോശയും ഇപ്രകാരം മുൻപോട്ട് പോകുവാനുള്ള ഒരാഹ്വാനമായിരുന്നു എന്നത് നമുക്ക് ഈ തരുണത്തിൽ വ്യക്തമാണ്. അതിനേക്കാൾ മോശയുടെ അപ്രകാരമുള്ള ഇടപെടൽ ഒരു സമൂഹത്തിന്, ഒരു ഗോത്രത്തിന് വേണ്ടി, ഒരു റേസ്, ഒരു ഗോത്രവർഗത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ യേശുവിൻ്റെ ഇടപെടൽ മനുഷ്യജാതിക്ക് ആകമാനമാണ്. അതിൻ്റെ സ്കോപ്പ് വളരെ വലുതാണ്. മനുഷ്യരാശി ആകമാനം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകണമെന്നും മേൽത്തരമായ അനുഭവം പ്രാപിക്കണമെന്നും സമൃദ്ധമായ ജീവൻ അനുഭവിക്കണം എന്നുമുള്ള ആ വലിയൊരു ആഹ്വാനത്തിൻ്റെ വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. ആ യേശുവിൻ്റെ ക്രൂശാണിത്. ആ ക്രൂശും ഇപ്പോൾ ആഭരണമായിട്ട് കൊണ്ട് നടക്കുന്ന ക്രൂശുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഇപ്പോൾ നാം ക്രൂശ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സഭകൾ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന വ്യവസ്ഥിതിയിൽ, അത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട്, ജീർണിച്ചതാണ്. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ അവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല. അതിന് യാതൊരു മാറ്റവും വരുത്താതിരിക്കാനുള്ള ഒരു സംരക്ഷണത്തിൻ്റെ സിമ്പിളായിട്ടാണ് ക്രൂശിനെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആരും ഇത് തൊട്ടുപോകരുത്, പഴഞ്ചന്മാർ ഞങ്ങൾക്ക് തന്ന ചില സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിന് അല്പം പോലും മേന്മയോ മെച്ചമോ വരരുത്, മാറ്റം വരുത്തരുത്. മാറ്റം വരുന്നവനെ അടിക്കാനായിട്ടുള്ള വടിയായിട്ടാണ് ക്രൂശ് വച്ചിരിക്കുന്നത്. ഒരു യഹൂദ ചിന്തകൻ പണ്ട് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് ഒരു കുരിശുണ്ട്, അവർ സാധാരണ ഉപയോഗിക്കുന്നത് അതിൻ്റെ നീളം കുറഞ്ഞ ഭാഗം കയ്യിൽ പിടിച്ചിട്ട് നീളമുള്ള ഭാഗം മുൻപിൽ കാണിച്ച് അതൊരു കഠാരയായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദന്മാർ ക്രിസ്ത്യാനികളോടുള്ള ചുരുക്കമാണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിലൊക്കെ ചരിത്രപരമായ ഉൾക്കാഴ്ചകളുണ്ട്, തിരിച്ചറിവുകളുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാനതങ്ങ് വിടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിൻ്റെ ക്രൂശിനെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് അക്രൈസ്തവരല്ല, മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളല്ല. യേശുവിൻ്റെ ക്രൂശിനെ വ്യാപകമായി മനസാക്ഷിയില്ലാതെ നിരന്തരം അപമാനിക്കുന്നത്, കൊച്ചാക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ക്രൂശിനെ അപമാനിക്കുന്നത് അവരുടെ ആത്മീയ ഗുരുക്കന്മാരായ, വഴികാട്ടികളായ മെത്രാന്മാരും പുരോഹിതന്മാരുമാണ്. ഇത് ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ആത്മീയ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ക്രൂശിന് യാതൊരു വിലയുമില്ലാത്ത, യാതൊരു പ്രഭാവവുമില്ലാത്ത, ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു നിർജീവമായ ഒരു വസ്തു. തടി കൊണ്ടുണ്ടാക്കാം, കല്ല് കൊണ്ടുണ്ടാക്കാം, മെറ്റൽ കൊണ്ടുണ്ടാക്കാം. നിങ്ങൾ എന്തുകൊണ്ട് വേണേൽ ഉണ്ടാക്കി, ഒരു വ്യത്യാസമില്ല. ഇത് നമ്മുടെ ആകമാനമായ ആത്മീയ അധഃപതനത്തിൻ്റെ ഒരു സൂചകം മാത്രമാണ്. ഇതിനെപ്പറ്റി നമുക്ക് ചിന്തയുണ്ടാകണം. യേശുവിൻ്റെ ക്രൂശിനെ ഇപ്രകാരം അപമാനിക്കുവാനും തരം താഴ്ത്തുവാനും അല്പന്മാരായ ആളുകൾ, ആത്മീയമായി കണ്ണു തുറന്നിട്ടില്ലാത്ത ആളുകൾ, അവരുടെ ഹുങ്കിൻ്റെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും സംരക്ഷണത്തിനുള്ള ഒരു ആയുധം പോലെ ഇതിനെ ഉപയോഗിക്കുന്ന ഈ ഒരു വ്യവസ്ഥിതി, ഈ ഒരു സാഹചര്യം,
അതിലടങ്ങിയിരിക്കുന്ന പൈശാചികമായ സ്വഭാവം തിരിച്ചറിഞ്ഞ് അതിനെ സംഘടിതമായി എതിർക്കേണ്ട ഒരു പരിപാവനമായ ചുമതല നമുക്ക് ഏവർക്കുമുണ്ട് എന്ന് മാത്രം ഏവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. നിങ്ങളിത് ശ്രദ്ധ വെച്ച് കേട്ടതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.